കൈവശമുള്ള ആപ്പിൾ ഫോണിൽ കണ്ടമാനം ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം പേരും അതിൽ പകുതി പോലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 1/3 പോലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കൂടിയും നമുക്ക് പറയാൻ പറ്റില്ല, പലപ്പോഴും അതിനെ പലതും പറയാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 4 വളരെ ചെറിയ 4 കാര്യങ്ങൾ പറഞ്ഞു പോകും. പല ആൾക്കാരും കണ്ടമാനം ആപ്ലിക്കേഷൻസ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറേ നേരം സ്ക്രോൾ ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കാൻ ലേശം താമസമുണ്ട്. പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, ആ സമയം എങ്ങനെ കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊരു ഓപ്ഷൻ ഉണ്ട്, സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ ഉപയോഗിക്കാം നമുക്കൊന്ന് നോക്കാം. പിന്നെ ഷാസം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? മ്യൂസിക് ആപ്ലിക്കേഷനാണ്. ആ കമ്പനീനെ ആപ്പിൾ മേടിച്ച് കുറച്ചു കാലമായി അത്. അപ്പോൾ അതിനുശേഷം ഷാസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഫോൺ ഇൻബിൽറ്റ് ഉണ്ട്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ ആയിട്ടുള്ള മ്യൂസിക് റെക്കഗ്നേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സ്കാനർ, ഈ ക്യാം സ്കാനറുകൾ തുടങ്ങിയ ചില സ്കാനറുകൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് പല പ്രൈവസി പോളിസിയായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത് നീക്കിയതിന് ശേഷം കുറേ ആൾക്കാർ പറ്റിയൊരു സ്കാനർ ഏതാണെന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് നടക്കും. ആപ്പ് സ്റ്റോറിൽ കണ്ടമാനം സ്കാനറുകളുണ്ട്. എന്നാലും ആപ്പിളിൻ്റെ ഇൻബിൽറ്റ് സ്കാനർ വളരെ ഉപയോഗപ്രദമാണ്. അത് നമുക്കിങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് മാറുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ പ്രൈവസി പോളിസിയായിട്ട് ബന്ധപ്പെട്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ടെലിഗ്രാമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും അനുഭവപ്പെടുന്നുണ്ട്. വളരെ ഗുണകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഗ്രാമിലേക്ക് വാട്സപ്പിൽ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ അത് ടെലിഗ്രാമിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്പോട്ട് ലൈറ്റിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം സ്പോട്ട് ലൈറ്റ് എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്താൽ ആക്സസിബിലിറ്റി എന്നുകൊണ്ട് കാണാം. ആക്സസിബിലിറ്റി ഇതാ ഇവിടെ ഉണ്ട്. ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്യാം. ആക്സസിബിലിറ്റിക്കകത്ത് ടച്ച് എന്നുകൊണ്ട് കാണാം. സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ടച്ച്. അതിലാദ്യം തന്നെ അസിസ്റ്റീവ് ടച്ച് ഓപ്പൺ ചെയ്യാം. അസിസ്റ്റീവ് ടച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പലപ്പോഴും മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അസിസ്റ്റീവ് ടച്ചിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഹോം ബട്ടൺ പകരം ഉപയോഗിക്കാനുള്ളൊരു ഓപ്ഷനായിട്ടാവും മിക്കവാറും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും അതിനകത്ത് ഒരു 4 രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ലോങ് പ്രസ്, 3D ടച്ച്. അതിൽ സിംഗിൾ ടാപ്പ് എപ്പോഴും ഒരു ഓപ്പൺ മെനു ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡബിൾ ടാപ്പ് ഇപ്പോൾ നണ്ണാണ് വരുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ടാപ്പ് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാണ്. താഴത്തി സ്ക്രോൾ ചെയ്ത് കാണാം സ്പോട്ട് ലൈറ്റ് ഇവിടെ ഉണ്ട്. സ്പോട്ട് ലൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ഞാൻ എൻ്റെ ഉപയോഗം എങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കാനും നമ്മൾ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് സ്ക്രോൾ ചെയ്തും ഒന്നും തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഡബിൾ അസിസ്റ്റീവ് ടച്ച് ചെയ്യുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ സെറ്റിങ്സ്, ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്ലിക്കേഷൻസ് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളെല്ലാം വരും. ആദ്യം സമയം വേസ്റ്റ് ചെയ്യാണ്ട് സെർച്ചിങ് പെട്ടെന്ന് നടക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഈ സ്പോട്ട് ലൈറ്റ്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കുക. അടുത്തതായി പറയാൻ പോകുന്നത് ഷാസം എന്ന പുതിയതല്ല, കുറച്ച് നാളായി. ഷാസം എന്ന ആപ്ലിക്കേഷൻ കമ്പനീനെ ആപ്പിൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. അതിനുശേഷം അവരുടെ പുതിയ അപ്ഡേറ്റ്സൊക്കെ വന്നപ്പം ഷാസം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അതിൻ്റെ ഒരു ലിങ്ക് ആപ്പിൾ ഹോം സ്ക്രീനിൽ കൺട്രോൾ പാനലിൽ കൺട്രോൾ സെൻറ്ററിൽ ഇട്ടിട്ടുണ്ട്. ആ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഷാസമിലേക്ക് മ്യൂസിക് റെക്കഗ്നേഷൻ നമുക്ക് അതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മ്യൂസിക് റെക്കഗ്നേഷൻ നമ്മൾ മുമ്പ് പല വേറെ ആപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണെങ്കിൽ നമ്മളൊരു എവിടെയെങ്കിലും ഒരു പാട്ട് നമ്മൾ കേട്ട്, ഒരു സോങ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ സോങ് പെട്ടെന്ന് നമുക്ക് ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് റെക്കഗ്നേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അതായത് പാടി ഏത് ഇയറിൽ പാടി ആ മ്യൂസിക്കിൻ്റെ സോഴ്സ് എല്ലാം അതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിപ്പോൾ ഹോം സ്ക്രീനിൽ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുക്കുന്നു. അതിലേറ്റവും താഴെ കാണാം ഒരു എസ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ. അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളൊരു സോങ് നമ്മൾ ഇതാണിപ്പോൾ ഞാൻ പ്ലേ ചെയ്ത മ്യൂസിക്. അത് റെക്കഗ്നൈസ് ചെയ്തു. അത് ആര് പാടി, ഏത് ബ്രാൻഡ് പാടി, അതിനകത്ത് രൂപ വരും, പർച്ചേസ് ചെയ്യാൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കംപ്ലീറ്റ് എല്ലാം ഷാസം എന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും.
അടുത്തത് നമ്മൾ ഈയിടെയായിട്ട് സ്കാൻ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ നിന്ന് അതുപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ പിൻവലിച്ചതായിട്ട് നമുക്ക് കാണാം. ക്യാം സ്കാനർ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ പല ആൾക്കാർക്കും ക്യാം സ്കാനർ എപ്പോഴും ഒരു ആവശ്യമുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് PDF ആക്കേണ്ടി വന്നു നമുക്ക് ആദ്യം ആവശ്യം വരിക ഈ ക്യാം സ്കാനറാണ്. അപ്പോൾ അത് എല്ലാവർക്കും വളരെ ഉപയോഗമുള്ളൊരു ആപ്ലിക്കേഷനുണ്ട് ക്യാം സ്കാനർ. ഈ ക്യാം സ്കാനർ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ അത് ഇൻബിൽറ്റായിട്ട് ഉള്ളതാണ്. ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്യാനും PDF ആക്കാനും PDF ആയിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനും പറ്റും. നമുക്കത് നോക്കാം. നമ്മൾ ആദ്യം നോട്ട്സ് എടുക്കുക. നമ്മുടെ ഫോണിൽ നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഐക്കൺ ടച്ച് ചെയ്യുക. അതിൽ ക്യാമറയുടെ ഒരു ഓപ്ഷനാണ്. ക്യാമറയുടെ ലോഗോമേ ടച്ച് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ വരും. സ്കാൻ ഡോക്യുമെൻറ്റ്, ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ചൂസ് ഫോട്ടോ. ചൂസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ചൂസ് ചെയ്യാനുള്ളത്. ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ക്യാമറ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനുള്ളത്. സ്കാൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ് ഇപ്പോൾ സ്കാൻ ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്കാൻ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്യാമറ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്കിത് എവിടെ വെച്ച് വേണമെങ്കിൽ ഇപ്പോൾ അടുത്താണ് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്തതിന് ശേഷം കീപ്പ് സ്കാൻ ഇവിടെ കാണാം. കീപ്പ് സ്കാൻ കൊടുക്കുക. അപ്പോൾ ഇനി വേണമെങ്കിൽ പിന്നെ ഒരു പേജും കൂടി സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ സേവ് കൊടുക്കുക. ഇപ്പോൾ സേവ് ആയി. ഇനി നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ പോകുള്ളൂ. ആ 3 ഡോട്ടുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ അല്ലെങ്കിൽ സെൻഡ് എ കോപ്പി എന്ന് പറഞ്ഞിട്ട് കാണാം. ഷെയർ എ നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് മൊത്തമായിട്ട് ഷെയർ ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്താൽ ഒരു കോപ്പി കാണും, അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് അങ്ങനെ പല ആപ്ലിക്കേഷൻ കാണാം. കാരണം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ സേവ് ടു ഫയൽ സേവ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് എല്ലാം കാണാം. എന്തായാലും പല ആൾക്കാരും വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇഷ്യൂസ് പല ആൾക്കാർക്കും വളരെ സംശയകരമായ സാഹചര്യത്തിൽ പല ആൾക്കാരും വാട്സപ്പ് ഇനി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കേണ്ട എന്നാണ് തോന്നുന്നത്. അപ്പോൾ പല ആൾക്കാരും ടെലിഗ്രാമിലേക്ക് മാറിയിട്ടുണ്ട്. ടെലിഗ്രാമിലേക്ക് മാറിയിട്ടുള്ള പല ആൾക്കാരെയും ഒരു സംശയമാണ് എങ്ങനെ വാട്സപ്പിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ എങ്ങനെ ടെലിഗ്രാമിലേക്ക് മാറ്റാം എന്നുള്ളത്. വാട്സപ്പിൽ പലതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റ മുമ്പുള്ളതൊക്കെ വളരെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒറ്റയടിക്ക് അത് കളയാനോ ഒന്നും ആർക്കും താല്പര്യപ്പെടില്ല. എന്നാൽ അത് മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റുള്ള ആപ്ലിക്കേഷനിൽ സാധാരണ ഇപ്പോൾ മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ ഡാറ്റ അങ്ങോട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ടെലിഗ്രാമിൽ ഡാറ്റ വാട്സപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുള്ളൊരു വളരെ ഗുണകരമായൊരു ഓപ്ഷനാണ് ടെലിഗ്രാമിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാവുന്നത് എങ്ങനെയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു കോൺടാക്റ്റ് എടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് എടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും പറ്റും. ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും പറ്റും. ഇതിൽ എക്സ്പോർട്ട് ചാറ്റ് എന്ന് കൊണ്ടാണ്. എക്സ്പോർട്ട് ചാറ്റ് അറ്റാച്ച് മീഡിയ ഉണ്ട്, വിത്തൗട്ട് മീഡിയ ഉണ്ട്. വിത്തൗട്ട് മീഡിയ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ ഉണ്ടാവില്ല, ഫോട്ടോ വീഡിയോ ഉണ്ടാവില്ല, ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അറ്റാച്ച് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ തൽക്കാലം വിത്തൗട്ട് മീഡിയ ഞാൻ കൊടുക്കണം. ചോദിച്ചു എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ടെലിഗ്രാം ഓപ്പൺ ചെയ്തു. ടെലിഗ്രാമിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇമ്പോർട്ട് കൊടുത്തു. ഇമ്പോർട്ടഡ് ആയിട്ട് ഞാൻ ടെലിഗ്രാം ഓപ്പൺ ചെയ്യുന്നു. ഇമ്പോർട്ടഡ് ഓഡിയോ ഒമിറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓഡിയോ ഒക്കെ ഒമിറ്റ് ആയിട്ടുള്ള ഇമേജും ഒമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്